ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളുടെ കയ്യിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലാണ് നമ്മളിതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഇതുപോലെ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഒരു ചൂടോടെ തന്നെ മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ചൂടോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു ബട്ടറിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നിറയെ റവ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. റവ കൂടി ചേർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കൂടെ തന്നെ നമുക്കിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒരല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കൂടെ തന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് വേണ്ടാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആണെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുക്കി കട്ട പോലെ ആക്കി കളയണ്ട, കുറച്ചൊന്ന് കുറുകി വരണം. ആ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഒരല്പം കൂടി തിക്കാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ കാരമലൈസ് ചെയ്ത് റെഡിയാക്കി വെച്ച് അതിൻ്റെ മേലെ നല്ല ചൂടിൽ തന്നെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീതെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ചരിഞ്ഞൊന്നും പോവാത്ത വിധം കറക്റ്റായിട്ട് തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സ്യൂട്ടാവുന്ന ഒരു മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചത് കൊണ്ട് ഒട്ടും തന്നെ വെള്ളം നമ്മളുടെ പുഡിങ്ങിലേക്ക് വീണിട്ടില്ല. കറക്റ്റായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു കോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് തണുത്ത് വരാനായിട്ട് വയ്ക്കാം. നല്ലപോലെ ഒന്ന് തണുത്താൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ഇത് കറക്റ്റായിട്ടൊന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആറി തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു സൈഡ് പോർഷൻ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം.
ഇതിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് ഇരട്ടിയാവും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് കുറച്ചുകൂടി ഒന്ന് ഹാർഡായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പാല് കുറുക്കിയെടുക്കുന്ന ടൈമിൽ കുറച്ചധികം കുറുക്കിയെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള പുഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ അത്രയ്ക്ക് തിക്കായിട്ടല്ല എടുത്തിട്ടുള്ളത്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗാണ്. നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ ക്രിസ്മസിന് വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.